وسلم تسليما مزيدا إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ സത്യവിശ്വാസികളെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനനുസരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾക്കനുസരിച്ചുകൊണ്ട് അല്ലാഹുവിനെ തഖ്വ ചെയ്ത് അവനെ ഭയപ്പെട്ട് ജീവിക്കുവാൻ പരിശ്രമിക്കണേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മുത്തഖീങ്ങളിൽ സ്വർഗ്ഗവാസികളിൽ നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ സന്താനങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വീകരിക്കണം. ആ കലിമത്ത് തൗഹീദിന്റെ ഫലമായി ജീവിതത്തിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന അബദ്ധങ്ങൾ അല്ലാഹു തആല പുറത്തു നൽകണം. മരണാനന്തരം അത് മുഖേന സ്വർഗത്തിൽ പ്രവേശിക്കണം. അതിന് ആ കലിമത്ത് തൗഹീദിൽ ഉണ്ടായിരിക്കേണ്ട ശുറൂത്തുകളെ സംബന്ധിച്ചാണ്, നിബന്ധനകളെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. അതിൽ 4 കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി. 3 കാര്യങ്ങൾ കൂടി പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അത് 3 ഇൻഷാ അല്ലാഹ് എന്ന് പറയാനായിട്ട് ശ്രമിക്കാം. അതിൽ 5ാമത്തെ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഒരാള് ആ പറയുന്നതിനോട് സ്നേഹമുള്ളവനായിരിക്കണം. അള്ളാഹുവിനോട്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലിമത്ത് തൗഹീദിനോട്, അള്ളാഹുവിന്റെ റസൂലിനോട്, റസൂലുള്ള പഠിപ്പിച്ച ദീനിനോട്, റസൂലുള്ളയുടെ ചര്യകളോട്, ദീനിന്റെ എല്ലാ കാര്യങ്ങളോടും സ്നേഹമുള്ള ആളായിരിക്കണം, ഇഷ്ടമുള്ള ആളായിരിക്കണം, ഇഷ്ടത്തോടു കൂടിയായിരിക്കണം ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടത്. ആരെങ്കിലും നിർബന്ധിച്ചുകൊണ്ടോ നിർബന്ധിതമായിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടായതുകൊണ്ടോ പ്രതിസന്ധികൾ ഉണ്ടായതുകൊണ്ടോ ആരെങ്കിലുമൊക്കെ നിർബന്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നത്. മറിച്ചത് ഇഷ്ടത്തോടെ പറഞ്ഞതാണ്. ഈ ലോകത്തിൽ ഞാൻ പറയുന്ന വാക്കുകളിൽ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ദീനാണ്. അള്ളാഹുവിനെയും അള്ളാഹു അയച്ച റസൂലിന്റെ ദീനിനെയുമാണ് ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് മറ്റെല്ലാറ്റിനേക്കാളും എന്ന ഒരു അവസ്ഥ സത്യസന്ധമായി അവരുടെ ജീവിതത്തിൽ, അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇതാർക്കും പരിശോധിക്കാൻ കഴിയില്ല. അത് അള്ളാഹുവിന് മാത്രമേ അത് കാണൂ, അതറിയാൻ സാധിക്കൂ. വിശുദ്ധമായ ഖുർആൻ അത്തരം ആളുകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിലെ 165-ാമത്തെ ആയത്തിൽ പറഞ്ഞതാണ്, വമിനന്നാസ് മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് മയത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ, അല്ലാഹുവിന് പുറമെ സമന്മാരെ സ്വീകരിക്കുന്ന ആളുകൾ, അള്ളാഹുവിന് തുല്യന്മാരെ സ്വീകരിക്കുന്ന ആളുകൾ. എങ്ങനെയാണ് അള്ളാഹുവിന് തുല്യന്മാരെ അവർ സ്വീകരിക്കുന്നത്? അള്ളാഹുവിനെ പോലെ എല്ലാ സമ്പൂർണമായ ഗുണങ്ങളും സിഫത്തുകളും കഴിവുകളും കുദറത്തുകളും ഉള്ള മറ്റൊരു അള്ളാഹു ഉണ്ട് എന്ന് ലോക ചരിത്രത്തിൽ ആരും പറഞ്ഞിട്ടില്ല.
ഒരാളും പറഞ്ഞിട്ടില്ല അല്ലാഹുവിനെ പോലെ ശക്തിയുള്ള ഖുദ്റത്തുള്ള ആസിഫത്തുള്ള സമ്പൂർണനായ ഇലാഹ്, സമ്പൂർണനായ റബ്ബ്, അത് അല്ലാഹുവിനെ പോലെ വേറെ ആരെങ്കിലും ഉണ്ട് എന്ന് ലോകത്ത് കഴിഞ്ഞു പോയ ബഹുദൈവ വിശ്വാസികൾ ആരും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഖുർആൻ ഇവിടെ എന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ്? അള്ളാഹുവിന് സമന്മാരെ സ്വീകരിക്കുന്ന ചില ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറയാൻ കാരണം അടുത്ത ആയത്തിൽ, അടുത്ത വാക്കിൽ ഖുർആൻ പറഞ്ഞു യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെയാണ് ആ സമന്മാരെ സ്നേഹിക്കുന്നത്. ഇതിനർത്ഥം ഒരു വിശ്വാസി അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ മറ്റാരെയും മറ്റൊന്നിനെയും സ്നേഹിക്കുകയില്ല എന്നർത്ഥം. അവന്റെ മനസ്സിൽ പരിപൂർണമായ സ്നേഹം അത് അള്ളാഹുവിനായിരിക്കും. അതിനവന് ന്യായങ്ങളുണ്ട്. ദീൻ അങ്ങനെ പറഞ്ഞതിന്റെ പേരിലല്ല, അല്ലെങ്കിൽ ഖുർആൻ അങ്ങനെ പറഞ്ഞു, മുസ്ലിമായി ജനിച്ചു ഇസ്ലാമിലായി, അതിന്റെ പേരിലല്ല. മറിച്ച് അവൻ മനസ്സിലാക്കുന്നു എന്നെ സൃഷ്ടിച്ചതും എന്റെ സൗകര്യങ്ങളെല്ലാം തന്നതും എന്റെ ജീവിതത്തിലെ ഈ സന്തോഷം മുഴുവൻ തന്നതും അല്ലാഹുവാണ്. എന്നെ സ്നേഹിക്കുവാനും എന്നെ ലാളിക്കുവാനും എന്നെ പരിപാലിക്കുവാനും ഞാൻ ചെറുതായിരിക്കുമ്പോൾ എന്നെ എടുത്തു നടക്കാനും ഒരു ഉമ്മയുടെ ഒരു ഉപ്പയുടെ ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ റബ്ബ്, ആ റബ്ബ് എല്ലാവർക്കും ഒരു ഉമ്മയെയും ഒരു ഉപ്പയെയും അള്ള കൊടുത്തു. സ്നേഹമയിയായ ഉമ്മയെ അള്ള കൊടുത്തു. സ്നേഹസമ്പൂർണനായ ഒരു വാപ്പയെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. അള്ള കൊടുത്തതാണ്. ഉമ്മാക്കാണോ വാപ്പാക്കാണോ അള്ളാഹ്ക്കാണോ സ്നേഹം കൂടുതൽ? അള്ളാഹ്ക്കാണ്. കാരണം ഈ ഉമ്മയെയും സ്നേഹമുള്ള ഉമ്മയെയും സ്നേഹമുള്ള ഉപ്പയെയും നിനക്ക് വേണം, ഒരു കുട്ടിക്ക് വേണം. ആ കുട്ടി വളർന്ന് വലുതാകാൻ ഒരു ഉമ്മയും ഒരു ഉപ്പയും, സ്നേഹമുള്ള ഒരു ഉമ്മയും ഉപ്പയും ആവശ്യമാണ് എന്ന തിരിച്ചറിവിൽ അവർക്ക് ഉമ്മയെയും ഉപ്പയെയും കൊടുത്തത് അല്ലാഹുവാണ്. അല്ലാഹുവാണ് കൊടുത്തത്. ആ ഉമ്മ കുട്ടിയെ ലാളിക്കുന്നതിന് മുമ്പ് തന്നെ ആ ഉമ്മയുടെ ഉദരത്തിൽ 10 മാസത്തോളം ഒരു പോറല് പോലും ഏൽക്കാതെ, ആരും നോക്കാനില്ലെങ്കിലും ആരും കാണാനില്ലെങ്കിലും ആരും അറിയാനില്ലെങ്കിലും ആ കുഞ്ഞിന്, ആ മനുഷ്യ ശിശുവിന് വേണ്ടതെല്ലാം സംവിധാനിച്ചവൻ, സംരക്ഷിച്ചവൻ അവൻ അല്ലാഹുവാണ്. ഒരു പോറൽ പോലും ഏൽക്കാതെ ആ അർഹാമിൽ നിന്ന്, ആ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയാകുന്ന മനോഹരമായ ആ മെത്തയിലേക്ക് എടുത്തു വെച്ചത് അല്ലാഹുവാണ്. അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയത് അല്ലാഹുവാണ്. എനിക്ക് കുടിക്കുവാൻ വെള്ളം നൽകിയത് അല്ലാഹുവാണ്. ആ വെള്ളത്തെ എനിക്ക് കുടിക്കുവാൻ മാത്രമുള്ള രുചികരമാക്കിയത് അല്ലാഹുവാണ്. അത് ഇറങ്ങിപ്പോകുവാൻ ആവശ്യമായ സംവിധാനങ്ങൾ, ശ്വാസകോശങ്ങൾ ഉണ്ടാക്കിയത് അല്ലാഹുവാണ്. അത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നതിനുള്ള രക്തക്കുഴലുകൾ ഉണ്ടാക്കിയത് അല്ലാഹുവാണ്. അതിന്റെ വിസർജ്യം പുറത്തേക്ക് പോകാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കിയതും അല്ലാഹുവാണ്. സർവ്വതും ചെയ്തത് അല്ലാഹുവാണ്. എത്ര സ്നേഹസമ്പൂർണനാണ് എന്റെ റബ്ബ് എന്ന് ചിന്തിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഒരു വിശ്വാസി അല്ലാഹുവിനെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് കണ്ണെത്താ ദൂരത്തോളം അനുഗ്രഹങ്ങൾ, കണക്കാക്കാൻ കഴിയാത്ത അനുഗ്രഹങ്ങൾ, എന്നെ തിട്ടപ്പെടുത്താൻ കഴിയാത്ത അനുഗ്രഹങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അത് ചെയ്തു വെച്ചവൻ ആരാണ്? അത് ചെയ്തു വെച്ചവൻ ഒരുത്തനുണ്ട് എന്നത് ഉറപ്പാണ്. അത് ആരാണ്? അത് അല്ലാഹുവാണ്. അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന് ഇസ്ലാം പറയാനുള്ള ന്യായം അതാണ്. ആരാണോ ഈ ലോകത്തെ പടച്ചത്, ആരാണോ ഈ ലോകത്തെ സംവിധാനിച്ചത്, നമുക്ക് ജീവിക്കാൻ ആവശ്യമായ തരത്തിൽ ഈ ഭൂമിയെയും ആകാശത്തെയും പ്രകൃതിയെയും സമ്പാദിച്ചവൻ, സംവിധാനിച്ചവൻ ആരാണ്? അവൻ മാത്രമാണ് ആരാധ്യൻ എന്ന ന്യായമായ വർത്തമാനം മാത്രമാണ് ഇസ്ലാം പറയുന്നത്. ഇസ്ലാം പറയുന്നു അല്ലാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന് പറയുന്നത് ഒരു വർഗീയതയല്ലേ? അല്ല, അത് സത്യമാണ്.
ഇസ്ലാം പറയുന്നത് ആരാണോ നിങ്ങളെ പടച്ചത്, ആരാണോ നിങ്ങൾക്ക് വെള്ളം നൽകിയത്, ആരാണോ നിങ്ങൾക്ക് ഭക്ഷണം നൽകിയത്, ആരാണോ നിങ്ങൾക്ക് മാതാപിതാക്കൾ നൽകിയത്, ആരാണോ നിങ്ങൾക്ക് ആരോഗ്യം നൽകിയത്, ആരാണോ നിങ്ങൾക്ക് കുടുംബം നൽകിയത്, ആരാണോ നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത്, അവനെയാണ് ആരാധിക്കേണ്ടത്. അതാണ് ന്യായം. അലാ ലഹുൽ ഖൽഖു വൽ അംർ. ഇസ്ലാം പറയുന്ന ന്യായം അതാണ്. അതിന് വൈകാരികമായിട്ടല്ല, മറ്റൊന്നും ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ആരാധിക്കേണ്ടത്, അതിനെയാണ് അനുസരിക്കേണ്ടത്. വിഗ്രഹങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, കല്ലുകൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, സൂര്യൻ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, ആകാശഭൂമികളിലെ കഴിഞ്ഞു പോയതോ ജീവിച്ചിരിക്കുന്നതോ മരിച്ചതോ ആയ ആരെങ്കിലും എന്തെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഖുർആൻ വ്യക്തമായി മനുഷ്യ ലോകത്തോട് പറഞ്ഞു, മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ തെളിവ് നിങ്ങൾ കൊണ്ടുവന്ന് തരൂ എന്ന് വിശുദ്ധമായ ഖുർആൻ അവരോട് പറഞ്ഞു. ന്യായത്തിന്റെ വർത്തമാനമാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ ഒരു ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ മറ്റൊന്നിനെയും സ്നേഹിക്കില്ല, മറ്റൊന്നിനെയും സ്നേഹിക്കുകയില്ല. അല്ലാഹുവാണ്. എന്നാൽ ഈ മനുഷ്യർ, ആ മനുഷ്യർ അള്ളാനെ സ്നേഹിക്കുന്നത് പോലെ മറ്റു പലതിനെയും മറ്റു ചിലരെയും സ്നേഹിക്കുന്ന ആളുകൾ അള്ളാനെ സ്നേഹിക്കുന്ന പോലെ നബിമാരെ സ്നേഹിക്കുന്നു, അമ്പിയാക്കളെ സ്നേഹിക്കുന്നു, മുസ്ലിങ്ങളെ സ്നേഹിക്കുന്നു, മലക്കുകളെ സ്നേഹിക്കുന്നു, അവരുടെ ആരാധ്യരെ സ്നേഹിക്കുന്നു, അവരുടെ പാർട്ടികളെ സ്നേഹിക്കുന്നു, രാജ്യത്തെ സ്നേഹിക്കുന്നു, പണത്തെ സ്നേഹിക്കുന്നു, ഭാര്യയെ സ്നേഹിക്കുന്നു, ഭർത്താവിനെ സ്നേഹിക്കുന്നു, മക്കളെ സ്നേഹിക്കുന്നു, വീടിനെ സ്നേഹിക്കുന്നു, വാഹനങ്ങളെ സ്നേഹിക്കുന്നു. അള്ളാഹുവിനേക്കാളും അള്ളാഹുവിന്റെ ദീനിനേക്കാളും അള്ളാഹു തആല സൃഷ്ടിച്ച സൃഷ്ടവസ്തുക്കളെ സ്നേഹിക്കുന്നു. ശരിയല്ല, അത് ന്യായമല്ല. വല്ലദീന ആമനു, ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈമാനുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അള്ളാഹുവിനെയാണ് ഏറ്റവും അധികം അവർ സ്നേഹിക്കുക. ഏറ്റവും അധികം അവർ സ്നേഹിക്കുക അള്ളാഹുവിനെയാണ്. അള്ളാഹുവിനെ കഴിഞ്ഞാലും അള്ളാഹുവിന്റെ റസൂലിനെയാണ്. കാരണം ഈ പരിശുദ്ധമായ ദീന് ഞങ്ങൾക്ക് എത്തിച്ചു തന്നത്, സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തന്നത്, നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ ഹിദായത്തിന്റെ വഴി പാടുപെട്ട് സ്വന്തം കുടുംബത്തെ പോലും മറന്നുകൊണ്ട് കാണിച്ചു തന്നത് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ കഴിഞ്ഞാൽ സ്വന്തം ഉമ്മയെക്കാളും സ്വന്തം ഉപ്പയെക്കാളും സർവ്വതിനേക്കാളും അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എന്നെ കഴിഞ്ഞാൽ, എന്റെ ശരീരത്തെ കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിനെയാണ് എന്ന് പറഞ്ഞ്, അള്ളാഹിനെ കഴിഞ്ഞ അള്ളാഹിന്റെ റസൂലിനെ, എന്റെ ശരീരത്തെ കഴിഞ്ഞ്, എന്റെ നഫ്സിനെ കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു, അല്ല, താങ്കളെക്കാളും താങ്കളുടെ ശരീരത്തെക്കാളും അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ദൂതനെയും ഇഷ്ടപ്പെടണം എങ്കിൽ ഞാനിതാ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ എന്റെ ശരീരത്തെക്കാളും ഞാൻ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ഞാൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽആന യാ ഉമർ, ഇപ്പോഴാണ് ഉമറേ എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം. നമ്മൾ നാളെ പിരിഞ്ഞു പോകുന്ന നമ്മുടെ വീടിനെയാണോ നമ്മൾ അല്ലാഹുവിനെക്കാളും സ്നേഹിക്കുന്നത്, അല്ലാഹുവിന്റെ ദീനിനെക്കാളും? നമ്മുടെ പോക്കറ്റിലുള്ള, നമ്മുടെ ബാങ്കിലുള്ള പണത്തെയാണോ നമ്മൾ സ്നേഹിക്കുന്നത്? നമ്മുടെ ഭാര്യയാണോ സ്നേഹിക്കുന്നത്? നമ്മുടെ മക്കളെയാണോ സ്നേഹിക്കുന്നത്? നമ്മുടെ ജോലിയാണോ സ്നേഹിക്കുന്നത്? നമ്മുടെ ഭൗതികമായ വിഭവങ്ങളെയാണോ അല്ലാഹുവിനേക്കാളും അല്ലാഹുവിന്റെ റസൂലിനേക്കാളും അവന്റെ ദീനിനേക്കാളും ആ ദീനിന് വേണ്ടിയുള്ള ത്യാഗ പരിശ്രമങ്ങളെക്കാളും നമ്മൾ നാളെ വിട്ടുപിരിയേണ്ട ഭൗതികമായ കാര്യങ്ങളെയാണോ നമ്മൾ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നത്? ആലോചിക്കണം. സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മളെക്കാൾ, നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്വത്തിനേക്കാൾ, സമ്പത്തിനേക്കാൾ, നമ്മുടെ ശരീരത്തെക്കാൾ, എല്ലാത്തിനേക്കാളും അള്ളാഹുവിന്റെ ദീനിനെ, അള്ളാഹുവിനെ, അള്ളാഹുവിന്റെ റസൂലിനെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനുണ്ടാവുന്ന ഭവനങ്ങളെ ഒക്കെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സഹോദരങ്ങൾ, നമ്മൾ ആലോചിക്കണം. നമ്മുടെ വീട്ടിലെ ബൾബ് അത് കേടായി കഴിഞ്ഞാൽ, അത് ഫ്യൂസായി കഴിഞ്ഞാൽ അത് മാറ്റിയിടണമെന്ന ചിന്ത നമുക്കുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ ഭവനങ്ങളിലെ ഇതുപോലുള്ള ബൾബുകൾ അത് കൊണ്ടുവന്ന് കത്തിച്ചിടുന്നത് ആരാണ്? നമ്മുടെ വീട് വൃത്തിയാക്കണമെന്ന ആഗ്രഹം നമുക്കുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ ഭവനങ്ങളെ വൃത്തിയാക്കിയിടേണ്ടതുണ്ടെന്ന് ചിന്തിക്കുന്നത് ആരാണ്? നമ്മുടെ ഭവനങ്ങൾ നല്ല വൈറ്റ് വാഷ് ചെയ്ത്, നല്ല കളറടിച്ചുകൊണ്ട്, പെയിന്റ് അടിച്ചുകൊണ്ട് ഭംഗിയായി സൂക്ഷിക്കേണ്ടതുണ്ടെന്ന് ചിന്തിക്കുന്നുണ്ട്. എന്നാൽ
അതിനേക്കാളും അള്ളാഹുവിന്റെ ഭവനങ്ങൾ പരിപാലിക്കപ്പെടേണ്ടതുണ്ട് എന്ന് ചിന്തിക്കാൻ കഴിയുന്നത് ആരാണ്? അള്ളാഹുവിന്റെ ഭവനം പൂർണ്ണമായ ഇസ്സത്തോടെ, പ്രതാപത്തോടെ, അതിന്റെ എല്ലാവിധ ഐശ്വര്യത്തോടെയും അള്ളാഹുവിന്റെ തൗഹീദിന്റെ ഭവനം അങ്ങനെ തല ഉയർത്തി നിൽക്കേണ്ടതുണ്ട് എന്ന് ചിന്തിക്കാൻ എന്റെ സഹോദരങ്ങളെ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മൾ ആലോചിക്കണം. അത് ഈമാനിന്റെ ലക്ഷണമാണ്, അത് ദീനിന്റെ ലക്ഷണമാണ്, അത് തൗഹീദിന്റെ ലക്ഷണമാണ്. നാളെ സ്വർഗത്തിന്റെ അവകാശികളായി മാറാൻ നമുക്ക് സാധിക്കും എന്നതിന്റെ ലക്ഷണമാണ് അള്ളാഹുവിന്റെ ശിആറുകളെ, അവന്റെ അടയാളങ്ങളെ സ്നേഹിക്കാനുള്ളത്. ഹൃദയത്തിനകത്ത് തഖ്വയുണ്ട് എന്നതിനുള്ള തെളിവാണത് സഹോദരങ്ങളെ. നമുക്കില്ലെങ്കിലും, നമ്മുടെ വീട് വൃത്തികേടാണെങ്കിലും, നമ്മുടെ വീട് പെയിന്റടിച്ചിട്ടില്ലെങ്കിലും, നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും, നമ്മുടെ അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യം, അവന്റെ ഭവനത്തിന്റെ കാര്യം, നമ്മുടെ ഹിദായത്തിന്റെ കാര്യം, സ്വർഗത്തിലേക്ക് നമ്മളെയും നമ്മുടെ മക്കളെയും എത്തിക്കുന്ന കാര്യത്തിന് മുൻഗണന നമ്മൾ കൊടുക്കുക എന്നുള്ളത് അത് നമ്മുടെ തഖ്വയുടെ അടയാളമാണ്, സ്നേഹത്തിന്റെ അടയാളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുമിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും ഈമാനുള്ളവരായി തീരുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ, തന്റെ മക്കളെക്കാളും പിതാവിനേക്കാളും മുഴുവൻ മനുഷ്യരെക്കാളും എന്നെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അതുവരെ നിങ്ങൾ പൂർണ്ണ വിശ്വാസികളായി മാറുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ ഉണ്ടാകേണ്ട ഒരു മനുഷ്യന് ഉണ്ടാകേണ്ട ഹുബ്ബ്. ആ കാര്യം അതിങ്ങനെ പറയുക മാത്രമല്ല, പ്രവർത്തിക്കുക മാത്രമല്ല, കാണിക്കുക മാത്രമല്ല, അതിനോട് അള്ളാഹുവിനോട്, അവന്റെ ദീനിനോട്, തൗഹീദിനോട്, സുന്നത്തിനോട്, ദീനിന്റെ എല്ലാ ശിആറുകളോടും ആത്മാർത്ഥമായ ഒരു സ്നേഹം അത് ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ഈ ആയത്തുകളും ഹദീസുകളും നമ്മളെ പഠിപ്പിക്കുന്നു.